ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫാണ്. മീൻസ് സ്കൂളിൻ്റെ ബിഫോർ സ്കൂൾ റൊട്ടീനും ആഫ്റ്റർ സ്കൂൾ റൊട്ടീനും ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഞാൻ രാവിലെ ഒരു 5:30 ആയപ്പോൾ എണീച്ചതിന് ശേഷം ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് നേരം മുറ്റത്തൂടൊക്കെ പോയി നടന്നു. ആൻഡ് ഇന്നത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. ദെൻ ഞാൻ പോയി സുബിഹൊക്കെ നിസ്കരിച്ചു. ഇത് ഞാൻ സ്കൂൾ തുറന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് എടുത്തത്. അതിനുകൊണ്ടത് കളർ ഡ്രസ്സൊക്കെ തന്നെയായിരുന്നു. ആൻഡ് അപ്ലോഡ് ചെയ്യാൻ വൈകിയത് എന്താണെന്ന് വെച്ചാൽ മടിയായിപ്പോയി എഡിറ്റൊക്കെ ചെയ്യാൻ കുറേ ഉള്ളതുകൊണ്ട്. പിന്നെ ഒരു 7 മണിയൊക്കെ ആയിട്ടോ ഇങ്ങനെ ഓരോ കുഞ്ഞി സാധനങ്ങളൊക്കെ ചെയ്ത് വന്നപ്പം. ആൻഡ് പിന്നെ ഞാൻ പോയി ഇതിൻ്റെ കാര്യങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. സോ റൂമിലെ ജനലൊക്കെ പോയി തുറന്നിട്ടു. ദെൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ ബെഡൊക്കെ നന്നാക്കിയിട്ടു. ആൻഡ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇപ്പം ഇതാണ്. ഇങ്ങനെ ആവാൻ കാരണം എന്ന് വെച്ചാൽ കണ്ടാൽ മനസ്സിലാവുമല്ലോ, ബുക്സൊക്കെ പൊതിയുന്നതിൻ്റെയാണ്. ഞാൻ 2 months വെക്കേഷൻ ഉണ്ടായിട്ടും ഇത്ര നാളും ബുക്ക് പൊതിഞ്ഞില്ല. ആൻഡ് ഇന്നലെ ആണ് മീൻസ് സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേൻ്റെ രാത്രിയാണ് ബുക്കൊക്കെ പൊതിയാൻ തുടങ്ങിയത്. എന്നിട്ട് ഇപ്പോഴും ഞാൻ ടെക്സ്റ്റ് ബുക്കുകൾ മാത്രമേ പൊതിഞ്ഞിട്ടുള്ളൂ. ഇനി നോട്ടൊക്കെ ഉണ്ട് പൊതിയാൻ. അങ്ങനെ പിന്നെ ഞാൻ ഇന്നത്തേക്കുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്തതിന് ശേഷം പൗച്ചും ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ടൈം ടേബിളൊക്കെ നോക്കി ബാഗിലേക്ക് ടെക്സ്റ്റ് ബുക്കുകളും പൗച്ചൊക്കെ എടുത്ത് വെച്ചു. ദെൻ ഞാൻ പോയി സ്കൂൾക്ക് വേണ്ടി റെഡി ആവാൻ തുടങ്ങി. വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ കുറച്ച് ടാൽക്കം പൗഡറും, ദെൻ ഒരു മസ്കാരയും പിന്നെ ഒരു ലിപ് ബാമും, അത്രയൊക്കെ ഉള്ളൂ. ദെൻ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞു. ദെൻ ഈ 2 ഇയറിങ്സ്, ഒരു മാല ആൻഡ് വാച്ചും ആക്കി പിന്നെ ഞാൻ സ്കൂൾക്ക് പോകാൻ ഇറങ്ങി. ആൻഡ് ഇതാട്ടോ ഇന്നത്തിൻ്റെ ഔട്ട്ഫിറ്റ്. സ്കൂൾ വന്നപ്പം ഒരു 4:30 കഴിഞ്ഞു. ആൻഡ് പിന്നീട് ഞാൻ പോയി ളുഹർ ഖളാ വീട്ടി, അതുപോലെ അസറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് നേരം എന്തൊക്കെയോ കാട്ടിയാണ്ട് നിന്നു. പിന്നെ ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ചു. ചായ മാത്രം കുടിച്ചിട്ട് എൻ്റെ വിശപ്പ് മാറിയില്ല. അപ്പം ഞാൻ പത്തിരിയും ബീഫും ഉണ്ടായിരുന്നു, പിന്നെ അതും കൂടിയും കഴിച്ചു. ബുക്ക് പൊതിയാനാണെങ്കിൽ എൻ്റെതും എൻ്റെ അനിയൻ്റെയും ഉണ്ട്. ഞാൻ പൊതിയാൻ ഇത്രയും നേരം വൈകിയോണ്ട് തന്നെ ഇതുവരെയായിട്ടും പൊതിഞ്ഞ് തീർന്നിട്ടില്ല. പിന്നെ 8:30 ആയപ്പോൾ തന്നെ വീണ്ടും പൊതിയാൻ നിൽക്കാൻ വിചാരിച്ചു. ആൻഡ് ഒരു ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വീണ്ടും പൊതിയാനിരുന്നു. ഇതെന്താ തീരാത്തതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ബുക്ക് ഞാൻ തന്നെ പൊതിയുന്നത്. ഇത്ര നാൾ ഉമ്മച്ചിയായിരുന്നു പൊതിഞ്ഞ് തരാറ്. പിന്നെ ഞാനിങ്ങനെ ഓരോ മൂവിയൊക്കെ കണ്ടിട്ട് പതുക്കെയാണ് പൊതിയുന്നത്. അപ്പം ഇന്ന് വേറെ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ, കാരണം ബുക്ക് പൊതിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ 10:30 ആയി. പിന്നെ നാളെ സ്കൂളിൽ പോകാനുള്ളതല്ലേ. അങ്ങനെ ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു സ്റ്റഡിയൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള വേറെ ഒരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. കാരണം ഇത് അധികം പ്രൊഡക്റ്റീവ് ഒന്നുമില്ലല്ലോ, ഇതിലാകെ ഇങ്ങനെ ബുക്ക് പൊതിയൽ മാത്രമായതുകൊണ്ട് പഠിക്കാനൊന്നും എനിക്ക് നേരം കിട്ടിയില്ലായിരുന്നു. ഇനി വൈകാതെ ഞാൻ സ്റ്റഡിയൊക്കെ ചെയ്യുന്നത് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ ഓക്കെ, ബൈ.